ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലോട്ട് സ്വാഗതം. ഇപ്പം ഞാൻ ഒരു ചോക്ലേറ്റ് ജാർലിങ് ചെയ്യാൻ സിൽക്കിൻ്റെ വെറുതെ ഒട്ടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ജാർലിങ് അത് ചെയ്യാം. അപ്പം അതിനു വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് സ്നിക്കേഴ്സിൻ്റെ വട്ടത്തിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഞാനിത് എന്ത് ചെയ്യും, ലിപ്പോ കേട് വന്ന ഭാഷ ഉണ്ടാവും. കേട് വന്നൊന്നുമില്ല. ഞാൻ എപ്പോൾ കുളിക്കാണെങ്കിലും ഇതൊക്കെ ജാൻ ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിട്ട് നേരക്ക് പൊട്ടിക്കും. പക്ഷെ അതൊക്കെ കൊള്ളാം എന്താണല്ലേ സൈഡെന്ന സമയത്ത് സൈഡെന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് എന്നാൽ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഞാൻ ചെയ്തു. ഇവിടെ കുറേ പീസ് എടുത്തിട്ട് പീസ് നല്ല ഒരു സ്ഥലം കണ്ടോ, ഇതും അങ്ങനത്തെ എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടാവില്ലേ, അത് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും പൊട്ടിച്ച് വെക്കും. ഞാൻ പൊട്ടിച്ച് വെക്കുന്നത് ഇവിടെ കേട്ടോ. അപ്പം അതിന് വേണ്ടി നമ്മൾ ഗ്ലൂ തേച്ചെടുക്കാം. നിങ്ങൾക്കൊരു സംശയമാണ് ഇതൊക്കെ ഒട്ടൂലേ, എങ്ങനെ ഇത് ഒട്ടുക, ചെയ്യാതിരിക്കട്ടെ, മസ്റ്റ് ട്രൈ ആട്ടോ. ഒരു നൊസ്റ്റാൾജി വരും. ഇങ്ങനെ പണ്ട് തിന്ന മിഠായിൻ്റെ ചോക്ലേറ്റൊക്കെ ഇങ്ങനെ കവറൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ നല്ല രസമല്ലേ. ഞാൻ നല്ല ഒട്ടിച്ചു. ഞാൻ ഇവിടെ അങ്ങനെ ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. ഇങ്ങനെ രണ്ട് സൈഡിലായിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത്. രാത്രിയാവാൻ നേരത്താണ് ഞാൻ വീഡിയോ എടുത്തത്. അതുകൊണ്ട് എന്താ ഒരു മൂടൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നിന്നിട്ട് ജാളായി. ഓക്കെ, ഞാൻ ഒട്ടിച്ച് കാണിച്ചിട്ടാ. ഇങ്ങനെ ഇട്ട് ഞാൻ ഒട്ടിച്ചിട്ടുള്ള. ഇനി ഞാൻ ഈ ഒരു പീസും കുറച്ചുള്ളൂ കേട്ടോ, ഈ ഒരു പീസ്. അതുകൊണ്ട് ഞാൻ ഒരു നടുക്കഷ്ണം കണ്ട് നമുക്ക് ആവശ്യമാത്ര പീസ് മുറിക്കാം. എന്നിട്ട് വേണ്ടത് വെക്കാം. ഫോയിൽ പേപ്പർ കേട്ടോ. ഒരു സൈഡ് ഇങ്ങനെ ഈ കേടാവുന്ന സൈഡ് ഉണ്ടാവും. ഇത് നമുക്ക് എടുത്തേക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ രണ്ട് സൈഡിലൊക്കെ വെക്കാം കേട്ടോ. ഞാൻ ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയൊക്കെ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, നോക്കാം. ഞാൻ ഗ്ലൂ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇത് ഞാൻ ഒട്ടിച്ചു. ഓക്കെ, ഇനി എനിക്ക് എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു സിൽക്ക് മാത്രമാണ്. അപ്പം ഇതൊന്ന് കട്ട് ചെയ്യാൻ നോക്കാം. ആരെങ്കിലും സിൽക്കിൻ്റെ റെഡ് കഴിച്ചിരിക്കണം. ഫ്രൂട്ട് എന്നിട്ടാട്ടോ റെഡ്. അപ്പോൾ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഫ്രൂട്ട് എന്നിട്ട് ഇഷ്ടമുള്ളവർ മാത്രം, നട്ട്സ് ഇഷ്ടമുള്ളവർ മാത്രം എടുക്കട്ടോ.
ഞാനിവിടെ ഒരു മെസ്സേജ് കണ്ടു, അത് നമുക്കൊന്ന് എടുക്കാം. ഈ ഒരു മെസ്സേജ് ഇട്ട് ഞാൻ പറഞ്ഞത് ഡയറി മിൽക്ക് തലകുത്തന് കാഡ്ബറി ഡയറി മിൽക്ക് നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ എങ്ങനെ തേച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഈ വീസിൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഉണ്ടെങ്കിൽ അതെടുക്കാം. മെസ്സേജ് ഒന്നെയോ ഏതോ ഒരു വീഡിയോയില് വെച്ചാൽ ഞാൻ കണ്ടു, അതിൽ കോപ്പിറൈറ്റ് അടിച്ചതൊന്നുമല്ല, കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജിക്കിന് ഞാൻ പിന്നെ മുമ്പത്തെ ജേർണലിങ്ങിലും ഇത് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുന്ന ഒരു രീതി. അപ്പം എങ്ങനെയൊക്കെ ഈ പേജ് അങ്ങ് നടക്കണം, അതാണ് എൻ്റെ ഒരു നിഗമനം. നിറഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. ഇതിൻ്റെ ഓരോരോ പാർട്സ് ഇങ്ങനെ കട്ട് ചെയ്തൊട്ടിക്കാൻ നല്ല രസമാട്ടോ. അപ്പം നിങ്ങൾക്കതിൽ ഇങ്ങനെ ജേർണൽ ചെയ്യുന്ന ലവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കും. പാട്ടൊക്കെ പാടട്ടെ ഞാൻ. ഫ്രൂട്ട് ആൻഡ് നട്ടിൻ്റെ കേട്ടോ ഞാൻ ഒട്ടിക്കണം. ഞാൻ എത്ര പ്രാവശ്യമാണ് ഈ ഫ്രൂട്ട് ആൻഡ് നട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ സിൽക്ക് നെയ്തിട്ടുണ്ട്. അമ്മമ്മനെ മോനെ അപ്പോൾ ഞങ്ങൾക്ക് ആട്ടിപ്പയച്ചല്ല അവിടെ നിന്നോളി പറഞ്ഞു. വീഡിയോയിലല്ല ഞാൻ. സിൽക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇനി ഫ്രൂട്ട് ആൻഡ് നട്ടിൻ്റെ കേട്ടോ ഞാൻ ഒട്ടിച്ചു വെക്കണം. ഇത് ഞാൻ കട്ട് ചെയ്തു. ഈ പേപ്പറും കഴിഞ്ഞ് അത് സംഭവം കൂടി ഞാൻ പുതിയതായിട്ട് ഇറക്കിയതാണ്. ഇതിൻ്റെ ഓർഡറും സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു. ഒക്കെ പാറിപ്പോണ്ട് ഒക്കെ നന്നാക്കാൻ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ ഒരു പാടുകൊണ്ട് ഞാനൊക്കെ നല്ല വൃത്തിക്ക് എടുത്തേക്കും. അപ്പം ഇത് രണ്ടും കൂടി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് പേജിലായിക്കാണ് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതിന് കുഴപ്പമൊന്നുമില്ല. കുറച്ച് വലിയത് വന്നിട്ടില്ല, ഞാൻ വലിയ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട് ചെയ്താണെങ്കിൽ ഒരു പെണ്ണെടുക്കുക, അങ്ങോട്ട് എഴുതുക. പിന്നെ എൻ്റെ ഇതൊക്കെ എഴുതാട്ടോ.
അങ്ങനെ ഗൈസ് ഞാൻ ചെറുതായിട്ടൊരു തട്ടിക്കൂട്ട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, മെസ്സേജൊക്കെ എഴുതി വന്നപ്പോൾ പേജ് നടന്നു. സിൽക്ക് എഴുതി കൊടുക്കട്ടെ. ഗൈസ് നമ്മളുടെ ജേർണലിംഗ് ഒക്കെ കഴിഞ്ഞു. ഫൈനൽ ലുക്ക് ഇതാട്ടോ. ഇതുപോലെ ഇനി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരാം. ബൈ.